ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇറങ്ങിയ ലോക എന്ന സിനിമയും മുന്നേ ഇറങ്ങിയ കുമാരി എന്ന സിനിമയും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കണക്ഷനുകളെ കുറിച്ചിട്ടാണ്. രണ്ട് സിനിമയും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ശിവജിത്ത് അഭിനയിച്ച രാജാവിൻ്റെ റോളാണ്. ഈ കുമാരി സിനിമയിലും ശിവജിത്ത് ഇതുപോലൊരു റോളാണ് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ തറവാട്ടിലെ ഒരു മൂത്ത ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവസാനം മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ലോകയിലേക്ക് വന്നാൽ അവിടെ പണ്ടത്തെ രാജാവായിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാവുന്ന ഒരു പുതുതലമുറയിലെ ഗജേന്ദ്രൻ എന്നൊരാളായിട്ടും അഭിനയിക്കും. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നീനിയുടെ വീക്ക്നെസ് കറക്റ്റായിട്ട് അറിയുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഈ ഗജേന്ദ്രൻ എന്ന ആൾക്ക് ആ വീക്ക്നെസ് കറക്റ്റായിട്ട് അറിയാം. കാരണം നമ്മളോടെല്ലാം പറയുന്നത് നീനിയുടെ ഒരു വീക്ക്നെസ് മാത്രമേ നമ്മളോട് എല്ലാവരോടും പറയുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വീക്ക് പോയിന്റ് എടുത്ത് പറയുന്നത് ഈ ഗജേന്ദ്രനാണ്. അതായത് പോലീസുകാരോട് അവർ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം എന്ന്. രണ്ടാമത്തെ കണക്ഷൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച പോലെ ചാത്തൻ എന്ന കഥാപാത്രത്തിൻ്റെ കണക്ഷനാണ്. ലോകയിൽ ടൊവിനോ അവതരിപ്പിച്ച ഒരു ചാത്തനെ പോലെ കുമാരിയിൽ രണ്ട് ചാത്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുല്ലരിമൽ ചാത്തനുണ്ട്, അതുപോലെ ഒരു ഗാരിദേവനുണ്ട്. കുമാരിയുടെ അവസാനം ഗാരിദേവനെ വധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും ഒരു പോസിറ്റീവ് ഫോഴ്സും ഒരു നെഗറ്റീവ് ഫോഴ്സുമായിട്ട് കാണുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ഫോഴ്സിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഈ ശിവജിത്തിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചിലപ്പോൾ, അതായത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ചിലപ്പോൾ ഈ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഡീപ്പായി പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ കണക്ഷൻ ചിലപ്പോൾ പറയാനും സാധ്യതയുണ്ട്.